പരീക്ഷാകാലമായതോടെ കോപ്പിയടിക്കാൻ ബിറ്റുകൾ അഥവാ തുണ്ടുകൾ തയ്യാറാക്കി നൽകുന്ന ഓൺലൈൻ കഫേകൾ സംസ്ഥാനത്ത് സജീവമാകുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരം കഫേകൾ പ്രവർത്തിക്കുമ്പോൾ പരിശോധനകളോ നടപടികളോ ഉണ്ടാകുന്നില്ല. ജനം എക്സ്ക്ലൂസീവ്. 10ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള പരീക്ഷകൾക്കുള്ള കുറിപ്പുകളുമായാണ് കഫേകൾ തയ്യാറായി നിൽക്കുന്നത്. SSLC, +2 പരീക്ഷകൾ തുടങ്ങിയതോടെ കഫേകൾക്ക് ചാകരയാണ്. കോഴിക്കോട് നഗരത്തിൽ മാത്രമല്ല, ഉൾഗ്രാമങ്ങളിൽ വരെ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരം കഫേകൾ സജീവമാണ്. വിദ്യാലയങ്ങളും കോളേജുകളും കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. ഇതിനായി വലിയ നെറ്റ്വർക്ക് തന്നെ ഇവർക്കുണ്ട്. വിദ്യാർത്ഥികൾ തന്നെയാണ് ഏജന്റുകൾ. പ്രത്യേക കമ്മീഷനും ഇതിനായി നൽകുന്നു. പല സമയത്തും അങ്ങനെ കുട്ടികൾ ഇങ്ങനെ എഴുതി കൊണ്ടുവരും. ചില സമയത്ത് വാട്സപ്പിൽ നമുക്ക് അയച്ചു തരായത്. പണ്ട് കാലത്ത് എഴുതിയിരുന്ന സമയത്ത് ഇപ്പോൾ കമ്പ്യൂട്ടർ പുതിയ ടെക്നോളജി വന്നപ്പോൾ അത് എന്ത് ചെയ്ത് ചെറുതാക്കിയിട്ട് ചെറിയ പേപ്പറിലേക്ക് ഒന്നിച്ച് കൂടുതൽ വാർത്തകൾ കൊള്ളിച്ചിട്ട് പ്രിന്റ് അടിക്കാൻ കൊണ്ടുവരും. നമ്മൾ പ്രിന്റ് എടുത്ത് കൊടുക്കും. നമുക്കറിയാം, കാണുമ്പോൾ തന്നെ അത് കോപ്പി അടിക്കാൻ വേണ്ടി ഇല്ലതാണെന്ന്. സുഖമായിട്ട് കട്ട് ചെയ്ത് പ്രിന്റ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലാണ് കൂടുതൽ വാർത്തകൾ അതിലുണ്ടാവും. അത് കഴിഞ്ഞ കാലത്തൊക്കെ കുറഞ്ഞ ഇതുള്ളായിരുന്നു. ഇപ്പോൾ ടെക്നോളജി വർദ്ധിച്ചപ്പോൾ അത് കുറച്ച് കൂടുതലായിരുന്നുള്ളത്. പ്രധാന ചോദ്യോത്തരങ്ങൾ, പ്രസക്ത ഭാഗങ്ങൾ, പോയിന്റ്സുകൾ എന്നിവ ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. 10 രൂപ മുതൽ എണ്ണത്തിനനുസരിച്ച് തുക കൂടും. ആവശ്യക്കാരിൽ അധികവും പെൺകുട്ടികളാണെന്നാണ് കഫേ നടത്തിപ്പുകാർ തന്നെ പറയുന്നത്. ഏതൊക്കെ കഫേകളിൽ ഇതൊക്കെ കിട്ടുമെന്ന് വിദ്യാർത്ഥികൾക്കറിയാം. ഇതിനായി പ്രത്യേക കോഡ് ഭാഷകളുമുണ്ട്. ചില രക്ഷിതാക്കൾക്കും ഇതറിയാം. അറിഞ്ഞിട്ടും അധ്യാപകരിൽ ചിലരും ഇതിന് മൗനാനുവാദം നൽകുന്നു എന്ന ആക്ഷേപവുമുണ്ട്. ഇത്തരം കഫേകളുടെ പ്രവർത്തനം പുറത്തു പറയാൻ പലരും മടിക്കുകയാണ്. ഭീഷണിയും നെറ്റ്വർക്കും അത്ര ശക്തമാണ് എന്നതാണ് കാരണം. പരീക്ഷകളുടെ സുതാര്യതയെയും വിദ്യാർത്ഥികളുടെ ഭാവിയെയും തന്നെ ഇല്ലാതാക്കുന്ന ഇത്തരം സംവിധാനങ്ങൾക്കെതിരെ പരിശോധനകളും നടപടികളും ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ജനം, കോഴിക്കോട്.